സർക്കാർ കുറ്റം സമ്മതിച്ചു. ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ് കേരളം. അതുകൊണ്ട് സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന അതിക്രമങ്ങളും ലഹരി ഉപയോഗവും നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സഭയിൽ അവതരണാനുമതി നൽകിയിരിക്കുകയാണ് ഭരണപക്ഷം. സാധാരണ പ്രതിപക്ഷത്തിൻ്റെ പ്രമേയങ്ങളെല്ലാം കണ്ണുമടച്ച് തള്ളുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിൽ പണിപാളും എന്നുറപ്പിച്ചതോടെയാണ് പ്രമേയത്തിന് അവതരണാനുമതി നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂറാണ് ചർച്ച നടക്കുന്നത്. പ്രതിപക്ഷവും UDF സംവിധാനവും ഒന്നടങ്കം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും പിണറായി സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുകയും ചെയ്യും എന്നുറപ്പായതോടെയാണ് വാശികൾ അവസാനിപ്പിച്ച് മുഖ്യൻ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നത്. അതീവ ഗൗരവമുള്ള സാമൂഹ്യ വിഷയമാണിതെന്നും സഭ മാത്രമല്ല പൊതുസമൂഹവും ഇത് ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വന്നു. ലഹരി, മദ്യം, സിനിമ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് കൈമാറണം. അതുപോലെ ആ ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നും സ്പീക്കറും പറയുകയുണ്ടായി. നമുക്കറിയാം, വെഞ്ഞാറമ്മൂട്ടിൽ 23-കാരൻ 93 വയസ്സുള്ള മുത്തശ്ശി അടക്കം കുടുംബത്തിലെ 5 പേരെ കൊലപ്പെടുത്തിയ ശേഷം കൂസലില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് കണ്ട് ഈ കേരളം വിറങ്ങലിച്ചു പോയി. കേരളത്തിലെ കലാലയങ്ങളിൽ അതിക്രൂരമായ വിദ്യാർത്ഥി പീഡന സംഭവങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ആൾക്കൂട്ട വിചാരണയിലൂടെ മർദ്ദിച്ചും ചവിട്ടിയും കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ, പുതുവർഷത്തിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നും പുറത്തു വന്ന പൈശാചികമായ റാഗിംഗ് വരെ ഇതിൽ ഉൾപ്പെടുകയാണ്. ഇത് കേരള മനസാക്ഷിയെ എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. കലാലയ ഹോസ്റ്റൽ മുറികളെ ദണ്ഡന മുറികളാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് ഇതിങ്ങനെ ആവർത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണുന്നത്. സിദ്ധാർത്ഥൻ വധക്കേസിലെ കുറ്റാരോപിതർക്ക് വേഗം തന്നെ നിയമത്തിന്റെ മുന്നിൽ നൂലാമാലകളിൽ നിന്നും സ്വതന്ത്രമായതാണ് സർക്കാർ ചെയ്യുന്ന ഇതിനുള്ള സഹായം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൗരവമായ സമീപനം ഇല്ലാത്തതാണ് കലാലയങ്ങളിൽ ഇങ്ങനെ കൊലമുറികൾ ഒരുങ്ങുന്നതിന്റെ കാരണം. കഴിഞ്ഞ ദിവസം കലാലയ അതിക്രമ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അവർക്ക് നൽകിയ ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്നെ ഈ സർക്കാർ ആരുടെ കൂടെയെന്നുള്ളത് വളരെ വ്യക്തമാവുകയും സർക്കാർ സമീപനത്തിന്റെ ഒരു മുഖമായി അത് കാണുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് BJP അടക്കമുള്ളവർ കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതൊക്കെ സർക്കാരിനെ ഇങ്ങനെ ആടി ഉലയ്ക്കുകയാണ്. MDMA ഉൾപ്പെടെ മാരക ലഹരി വസ്തുക്കൾ കേരളത്തിലെ ചെറുപ്പക്കാർ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരു പക്ഷേ ഈ 10 വർഷത്തിന് ഇങ്ങോട്ടാണ് എന്നെല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതും സർക്കാരിന്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. രാസലഹരിയുടെ സുലഭതയാണ് മറ്റൊരു പ്രശ്നമായി കേരളത്തിൽ നിൽക്കുന്നത്. ഇതര സംസ്ഥാന വാഹനങ്ങളിലും തീവണ്ടികളിലും ലഹരി കടത്തുന്നു എന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു ചെറുവിരലനക്കാൻ പിണറായി സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, എക്സൈസ് വകുപ്പിന് ഒന്നും കഴിഞ്ഞിട്ടില്ല. കേരളത്തെ വിഴുങ്ങുന്ന ലഹരി മാഫിയയെ കണ്ടെത്തി സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിൽ കേരള സർക്കാർ തികഞ്ഞ പരാജയമാണ്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഒരു അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം എത്തുന്നത്. അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കാൻ കേരള സർക്കാരിന് കഴിയില്ല. സംസ്ഥാന തല ബന്ധമുണ്ട് എന്നൊരു സംശയിക്കുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ UDF-ന്റെ സമരം ഇടവരുത്തുമെന്നുറപ്പായതോടെ പിണറായി വിജയൻ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറായി. പ്രതിപക്ഷമാണ് ശരി എന്ന തലത്തിലേക്കാണ് നീങ്ങുന്നത്.